ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇതെന്ത് പറ്റി? തോൽവി കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ അവസ്ഥ. നിരന്തരം കളികൾ വിജയിക്കുകയും വേൾഡ് കപ്പ് പോലും തൂക്കുകയും ചെയ്ത ക്യാപ്റ്റനെ ഫോമിലല്ല എന്ന കാരണത്താൽ മാറ്റി. എന്നിട്ട് ശ്രേയാസിനെ ക്യാപ്റ്റനാക്കി. കാര്യം BCCI പ്രതീക്ഷിച്ച പോലെ തന്നെ ശ്രേയാസ് തുടരെ മികച്ച പ്രകടനം നടത്തുന്നു. ടീം മാത്രം തോൽക്കുന്നു. ഇതെന്ത് മറിമായം? എൻ്റെ അഭിപ്രായത്തിൽ ശ്രേയാസിനെ കൂടി മാറ്റിയിട്ട് പ്രിയാൻ ഷാരിയെ കളിപ്പിക്കണം. എന്നിട്ട് ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ക്രിക്കറ്റ് ടീം എന്ന് പേര് മാറ്റണം. അതാകുമ്പോൾ എതിർ ടീമിന് തല കൂടുതൽ പുകയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 3 മത്സരം ഫോം ഔട്ടായ വേൾഡ് കപ്പ് ഹീറോ സഞ്ജു ടീമിന് പുറത്ത്. ഇതുവരെ ലോകോത്തര ബോളേഴ്സിനെ നേരിടാത്ത വൈഭവ് ടീമിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ അഭിഷേകിനെ കൂടെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്റിംഗ്. 2 സിക്സ് അടിക്കും എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ആർച്ചറാണേൽ വൈഭവിൻ്റെ കൃത്യം വീക്ക്നെസ് അറിയാവുന്ന കളിക്കാരൻ. ചുരുക്കത്തിൽ മത്സരങ്ങൾ ജയിച്ചിരുന്ന ടീമിനെ തോൽക്കുന്ന ടീമാക്കി മാറ്റി. ടീമിൽ ആരെയെങ്കിലും ഒന്ന് പുറത്താക്കി പുതിയൊരാൾക്ക് അവസരം നൽകണമെങ്കിൽ അതിന് ഒരേ ഒരു സഞ്ജു മാത്രമാണ് ഇര. ബുംറ ഇല്ലാത്ത ഇന്ത്യൻ ബോളിംഗ് ശോകം തന്നെയാണ്. T20 ക്രിക്കറ്റിൽ വിക്കറ്റ് എടുക്കുന്നതിനേക്കാൾ പ്രധാനം ബോളർ റണ്ണ് വഴങ്ങാതിരിക്കുക എന്നതാണ്. അർഷദീപ് 2 വിക്കറ്റ് ചീളായിട്ട് വീഴ്ത്തും, എന്നിട്ട് ഒരു 50 റൺസ് വിട്ടുകൊടുക്കും. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? അവിടെയാണ് ഡോട്ട് ബോളുകൾ എറിയുന്നതിൽ ബുംറയുടെ കഴിവ്. IPLും വിദേശത്തൊരു അന്താരാഷ്ട്ര മത്സരവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്ന് പല കളിക്കാരും ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് ഒന്ന് നോക്കാം. ആകെ 50 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചു. അതിൽ 42ലും വിജയം, 8 തോൽവി. 2026 T20 വേൾഡ് കപ്പും 2025 ഏഷ്യ കപ്പും തൂക്കി. 8 ബൈലാറ്ററൽ സീരീസിൽ വിജയം, ഒരു പരമ്പര പോലും തോറ്റിട്ടില്ല. അങ്ങനെ ഒരു ക്യാപ്റ്റനെ ഏത് ടീമാണ് മാറ്റുന്നത്? കാര്യം പുള്ളി അല്പം ഫോം ഔട്ടായിരുന്നു, പക്ഷേ ഏത് സമയത്തും തൻ്റെ വീര്യം വീണ്ടെടുക്കാൻ കഴിവുള്ള ഒരു ബാറ്റർ. T20 ലോകകപ്പിൽ USAക്കെതിരെ ടീം മൊത്തം ബാറ്റിങ്ങിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളി നയിച്ച ഒരു രീതി, അതാണ് ആ ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമിന് കരുത്തായത്. അങ്ങനെ ഒരാളെ മാറ്റിയിട്ട് എന്ത് കാര്യം? T20 ലോകകപ്പ് മുഴുവൻ ഫ്ലോപ്പായ അഭിഷേകിന് ഫൈനൽ വരെ അവസരം നൽകിയില്ലേ? അപ്പോൾ നന്നായി ക്യാപ്റ്റൻസി ചെയ്തിരുന്ന ഒരാളെ എടുത്തു മാറ്റിയത് എതിർ ടീമുകൾക്ക് കൂടുതൽ സഹായകരമായി എന്ന് വേണം കരുതാൻ. 50 എണ്ണത്തിൽ വെറും 8 മത്സരമാണ് സൂര്യ തോറ്റത്. ശ്രേയാസ് ആകട്ടെ കളിച്ച 5 മത്സരത്തിൽ 5ഉം തോറ്റു കഴിഞ്ഞു. സഞ്ജുവിനെയൊക്കെ മറ്റേത് രാജ്യമാണെങ്കിലും കുറച്ചുകൂടി ബഹുമാനം നൽകിയേനെ. 5ാം T20 ഇന്ന് 7 മണിക്കുണ്ട്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.